topic, how to get byx and bxy from regression equation. Regression equationൽ നിന്ന് എങ്ങനെ byxും bxyയും കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ആ ഒരു റിഗ്രഷൻ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാം. സോ byx ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ്. അതായത് byx എന്ന റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ ഓഫ് y ഓൺ എക്സിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ bxy ഫ്രം എക്സ് ഓൺ വൈ, bxy എന്ന റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിൽ നിന്നായിരിക്കും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ് ആണ്. സോ ആ y ഓൺ എക്സ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ നമുക്ക് ഒരു ഫോം എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. അതാണ് y ഈക്വൽ ടു ax പ്ലസ് ബി. ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് y ഓൺ എക്സ് എന്ന ഇക്വേഷൻ കിട്ടുക. അപ്പോൾ അതിൽ a എന്ന് പറയുന്നതാണ് നമ്മുടെ byx. ഓക്കെ, അതുപോലെ തന്നെയാണ് എക്സ് ഓൺ വൈ എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് bxy കിട്ടേണ്ടത്. അപ്പോൾ എക്സ് ഓൺ വൈ എന്ന ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്ത് കിട്ടുന്ന ഫോം എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി എന്നായിരിക്കും. അതിൽ സി ആണ് bxy. ഇതൊരു പ്രോബ്ലം പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വൈ ഓൺ എക്സിൻ്റെ ഫോം എന്ന് പറയുന്നത്, ആ ഒരു ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് y ഈക്വൽ ടു ax പ്ലസ് ബി ആണെങ്കിൽ അതിൽ a എന്ന് പറയുന്നത് byxും, അതുപോലെ ഇക്വേഷനോ എക്സ് ഓൺ വൈയുടെ ഫോം എക്സ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി ആണെങ്കിൽ അതിൽ സി എന്ന് പറയുന്നത് bxyയും ആയിരിക്കും. ഈ ഒരു പ്രോബ്ലം എടുക്കുക. ഇവിടെ byx ആണ് കണ്ടുപിടിക്കേണ്ടത്. 2x പ്ലസ് 4y മൈനസ് 5 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ്. ഈ ഇക്വേഷനിൽ നിന്ന് byx കണ്ടുപിടിക്കാൻ പറയുന്നു. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ byxൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഓൺ എക്സ് ആണല്ലോ, ആണ്. അപ്പോൾ y ഓൺ എക്സിന് നമ്മൾ നേരത്തെ ഒരു ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫോമിലാണ് y ഓൺ എക്സ് എക്സ്പ്രസ് ചെയ്യാണ്. ആ ഫോം ഏതാണ്? y ഈക്വൽ ടു ax പ്ലസ് ബി. അത് നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് സൈഡിലായിട്ട് എഴുതാം. y ഈക്വൽ ടു ax പ്ലസ് ബി. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ y ഓൺ എക്സ് കാണിക്കേണ്ടത്, എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ y ഓൺ എക്സ് എന്ന ഇക്വേഷനാണ്. ഇതിനെ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ഇതിനൊക്കെ ഈക്വാലിറ്റിയുടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ y ആണ് ഈക്വാലിറ്റിയുടെ ഈ ഒരു സൈഡിൽ വെക്കേണ്ടത്. അതിനു വേണ്ടി നമുക്ക് ഇത് ജസ്റ്റ് സോൾവ് ചെയ്യാം. 4y മൈനസ് y ഈക്വൽ ടു മൈനസ് 2x ആക്കുക. അതായത് 2xനെ നമുക്ക് ഈക്വാലിറ്റിയുടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 2x. ഇനി നമ്മൾ കൊണ്ടുവരേണ്ടത് 4y അവിടെ തന്നെ വെക്കുക, മൈനസ് 5നെയാണ്. മൈനസ് 2x പ്ലസ് 5y. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, yനെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ y ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4. രണ്ടിനും കോമൺ ആയിട്ടാണ് ഡിവിഷൻ വരിക, 4. ഓക്കെ, ദെൻ y ഈക്വൽ ടു ആദ്യം മൈനസ് 2x ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, എത്ര വരുമെന്ന് നോക്കുക. എന്നിട്ട് 5 ഡിവൈഡഡ് ബൈ 4. ഈ ഒരു രീതിയിൽ ഇത് എഴുതുകയാണെങ്കിൽ രണ്ടിനും കോമൺ ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം മൈനസ് 2x ഡിവൈഡഡ് ബൈ 4 കിട്ടുക മൈനസ് 0.5x ആയിരിക്കും. ദെൻ പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 കിട്ടുക 1.25 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നോക്കൂ, വൈയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ y ഓൺ എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റി. അതെന്താണ്? y ഈക്വൽ ടു മൈനസ് 0.5x പ്ലസ് 1.25. ഇങ്ങനൊരു ഫോമിലേക്ക് തന്നെയാണ് ഇത് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? a എന്ന് പറയുന്നതാണ് എന്ത്? a ഈക്വൽ ടു byx. അപ്പോൾ ഇതിൽ a എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനിൽ ഏതായിരിക്കും? ഇതാണ് മൈനസ് 0.5 അല്ലേ? ഇതാ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് എഴുതി വയ്ക്കിയാൽ മനസ്സിലാവും. ax പ്ലസ് ബി. ഇതിൽ എനെയാണ് നമ്മൾ byx എന്ന് വിളിക്കുന്നത്. അപ്പോൾ a എന്ന് പറയുന്നത് ഏതാണ്? മൈനസ് 0.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക.
Find bxy if 3x plus 2y plus 4 equal to 0 is the equation of x on y. x on yയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത് 3x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0 എന്നതാണ്. സോ ആ ഇക്വേഷൻ നമുക്ക് എടുത്തെഴുതാം. ഇതിൽ നിന്ന് നമ്മൾ ബി എക്സ് വൈ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ഇത് എക്സ് ഓൺ വൈയുടെ ഇക്വേഷനാണ് അല്ലേ. എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ നമ്മൾ സാധാരണ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി. അതിൽ സി ആണ് ബി എക്സ് വൈ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന ഇക്വേഷനെ ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ എക്സ് എന്ന് പറയുന്നതാണ് ഇക്വാലിറ്റിയുടെ ഇപ്പുറം വരേണ്ടത്. അതുകൊണ്ട് 3x അവിടെ വെക്കുക. എന്നിട്ട് ഒറ്റയടിക്ക് 2yനെയും 4നെയും അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതിയാവും. ഇത് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം 4നെ കൊണ്ടുപോവുക, ദെൻ 2yനെ കൊണ്ടുപോവുക. ഞാനിവിടെ രണ്ടിനെയും ഒന്നിച്ച് ഇക്വാലിറ്റിയുടെ ഇപ്പുറം കൊണ്ടുവരികയാണ്. അപ്പം പ്ലസ് 2y എന്നുള്ളത് മൈനസ് 2y ആവും, പ്ലസ് 4 എന്നുള്ളത് മൈനസ് 4 ആവും. ഇനി ഇവിടെ എക്സ് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് 3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 3 കൊണ്ടുവരുന്ന സമയത്ത് ഡിവിഷൻ ആവും അല്ലേ, ഡിവൈഡഡ് ബൈ 3. ദെൻ എന്ത് ചെയ്യുക? രണ്ടിനും കോമൺ ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഓരോന്നിനും ഈച്ചായിട്ട് ഡിവൈഡ് ചെയ്യുക. മൈനസ് 2y ഡിവൈഡഡ് ബൈ 3, 4 ഡിവൈഡഡ് ബൈ 3. ദെൻ മൈനസ് 2നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് 0.67 കിട്ടും, 67y. 4 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ 1.33 കിട്ടും. ഇതാണ് എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ. നമ്മൾ ആ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്താൽ കിട്ടുക. സോ ഇനി ഇതിൽ നിന്ന് നമുക്ക് ബി എക്സ് വൈ കാണാൻ പണിയൊന്നുമില്ല. ആ ഒരു ഫോം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു സി വൈ പ്ലസ് ഡി ഇങ്ങനെയാണ് അല്ലേ. ഇതിൽ പ്ലസ് ഡി എന്നുള്ളത് മൈനസ് ആയിന്നേ ഉള്ളൂ. അപ്പോൾ സി എന്നുള്ളത് ഇവിടെ മൈനസ് ആണ് അല്ലേ. സി എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബി എക്സ് വൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സി ഇവിടെ എന്താണ്? മൈനസ് 0.67 ആണ്. സോ ബി എക്സ് വൈ ഈക്വൽ ടു മൈനസ് 0.67. 3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 13 ആദ്യം ചെയ്യാം. ഫൈൻഡ് ആർ ഇഫ് ബി വൈ എക്സ് ഈക്വൽ ടു -0.2 ആൻഡ് ബി എക്സ് വൈ ഈക്വൽ ടു -0.7. 2 റിഗ്രഷൻ കോവിഷ്യൻറ്റും തന്നിട്ടുണ്ട്. നിങ്ങളോട് 6 കാണാൻ പറയുന്നു. 6 എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ കോവിഷ്യൻ്റ് ആണ്. അപ്പോൾ 2 റിഗ്രഷൻ കോവിഷ്യൻറ്റും തന്നിട്ട് കോറിലേഷൻ കോവിഷ്യൻറ്റ് കാണേണ്ട ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. സോ ബി വൈ എക്സും ബി എക്സ് വൈയും ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് -0.2 ഇൻറ്റു -0.7. സോ അതിന് ഇൻറ്റു ചെയ്യുക. 0.2നും 0.7 ഇൻറ്റു ചെയ്താൽ 0.14 കിട്ടും. നെഗറ്റീവും ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ് ഫിഗർ കിട്ടും. അതുകൊണ്ട് റൂട്ട് ഓഫ് 0.14 കിട്ടും. ദെൻ കാൽക്കുലേറ്ററിൽ 0.14ൻ്റെ റൂട്ട് കാണുക. നിങ്ങൾക്ക് ആൻസറായിട്ട് 0.37 കിട്ടും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈൻ ഇടണം. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അതിന് ഒരു റൂളുണ്ട്. എന്താണ് റൂള്? റിഗ്രഷൻ കോവിഷ്യൻറ്റിൻ്റെ സൈൻ തന്നെയായിരിക്കും കോറിലേഷൻ കോവിഷ്യൻറ്റിനും വരിക. അതായത് റിഗ്രഷൻ കോവിഷ്യൻ്റ് ഏതൊക്കെയാണ്? ബി വൈ എക്സും ബി എക്സ് വൈയും. ഈ ബി വൈ എക്സിൻ്റെയും ബി എക്സ് വൈൻ്റെയും സൈൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. സൈൻ അങ്ങോട്ട് ചേഞ്ച് ആവില്ല. രണ്ടിൻ്റെയും സൈൻ ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് തന്നെയാണ് ഉള്ളത് അല്ലേ. റിഗ്രഷൻ കോവിഷ്യൻ്റെ സൈൻ ഏതാണോ അത് തന്നെയാണ് കോറിലേഷൻ കോവിഷ്യൻ്റെ സൈനും. അപ്പം ആറിൻ്റെ സൈനും എന്ത് തന്നെയാണ്? നെഗറ്റീവ് തന്നെയാണ്. 6 നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് 0.37 ആണ്. അതിന് നെഗറ്റീവ് സൈൻ കൂടി കൊടുക്കുക. സോ ഫൈനൽ ആൻസർ ഈസ് -0.37. കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചില സമയത്ത് റിഗ്രഷൻ ഇക്വേഷൻ കാണാനുള്ള ക്വസ്റ്റ്യനിൽ തന്നെ വരാം. അതായത് എക്സിൻ്റെയും വൈയുടെയും ഡാറ്റാസൊക്കെ തന്നിട്ട് ഫൈൻഡ് ദ 2 റിഗ്രഷൻ ഇക്വേഷന് ഒരു ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോറിലേഷൻ കോവിഷ്യൻറ്റും ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച ബി വൈ എക്സും ബി എക്സ് വൈയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോറിലേഷൻ കോവിഷ്യൻറ്റും കാണണം. അതിന് ഈ ഒരു ഇക്വേഷനാണ് എടുക്കേണ്ടത്. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആറിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ. ദെൻ എക്സാമ്പിൾ 14ലേക്ക് പോവാം. 14 ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ബി വൈ എക്സ് ഈക്വൽ ടു 0.83, സിഗ്മ എക്സ് ഈക്വൽ ടു 20, സിഗ്മ വൈ ഈക്വൽ ടു 12, ഫൈൻഡ് ആർ.
ഇവിടെ ബി വൈ എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ വൈ തന്നിട്ടുണ്ട്, ആറ് കാണാൻ പറയുന്നുണ്ട്. സോ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് ആ ഇക്വേഷൻ? ബി വൈ എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ്. ഇവിടെ ബി വൈ എക്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.83 ഈക്വൽ ടു ആറാണ് കാണേണ്ടത്. അപ്പോൾ ആറ് അവിടെ തന്നെ വെക്കുക. ആർ സിഗ്മ വൈയും സിഗ്മ എക്സും നിങ്ങൾക്കറിയാം. സിഗ്മ വൈ എത്രയാണ്? 12, സിഗ്മ എക്സ് 20. സോ 0.83 ഈക്വൽ ടു ആർ ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 10. നമ്മൾ തന്ന വാല്യൂസൊക്കെ ആ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ ആറ് കാണണം. ആറ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം 12 ഡിവൈഡഡ് ബൈ 10 സോൾവ് ചെയ്യുക. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 1.2 കിട്ടും. അന്നേരം എങ്ങനെ എഴുതാം? 0.83 ഈക്വൽ ടു ആർ ഇൻറ്റു 1.2. ഇനി എന്ത് ചെയ്യണം? ആറിനെ ഇക്വാലിറ്റിയിൽ ഇപ്പുറം കൊണ്ടുവരിക. 0.83 എന്ത് ചെയ്യണം? ഇൻറ്റു 1.2 എന്നുള്ളത്. ആ ഇൻറ്റു 1.2 എന്നുള്ളത് ഡിവിഷൻ ആവും. അന്നേരം എങ്ങനെ എഴുതാം? 0.83 ഡിവൈഡഡ് ബൈ 1.2 ആവും. അത് സോൾവ് ചെയ്താൽ ആറിൻ്റെ ആൻസർ കിട്ടും. ആറിൻ്റെ ആൻസർ എന്ത് വരും? 0.7 വരും. Next question, example 15. In the study of regression equation, following values were obtained. Regression coefficient of y on x 0.25 അല്ലേ? regression coefficient of y on x എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബി വൈ എക്സ് ആണ്. ബി വൈ എക്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 0.25. ആർ ഈക്വൽ ടു 0.42. കോറിലേഷൻ കോഫിഷ്യൻ്റ് തന്നിരിക്കുന്നത് 0.42 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഈക്വൽ ടു 4, അതായത് സിഗ്മ വൈ ഈക്വൽ ടു 4 അല്ലേ? ദെൻ ഫൈൻഡ് എസ് ടി ഓഫ് എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് സിഗ്മ എക്സ് ആണ് കാണേണ്ടത്. ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുള്ള ഇക്വേഷൻ ഏതാണ്? ബി വൈ എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ആണ്. ഇനി അതിൽ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ കൊടുക്കുക. കാണേണ്ട വാല്യൂ സിഗ്മ എക്സ് ആണ്. സിഗ്മ എക്സ് അതുപോലെ ആ ഇക്വേഷനിൽ അവിടെ വെക്കുക. ദെൻ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി വൈ എക്സിന് വാല്യൂ കൊടുക്കുന്നു 0.25 ഈക്വൽ ടു ആറിന് വാല്യൂ കൊടുത്തു 0.42 ഇൻറ്റു സിഗ്മ വൈ എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് നമുക്കറിയില്ല, സിഗ്മ എക്സ് അങ്ങനെ തന്നെ എഴുതുക. ഇനി സോൾവ് ചെയ്യാം. നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം ആ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് എന്നുള്ളത് നമ്മൾ ഈക്വാലിറ്റിയുടെ ഇപ്പുറം വരുമ്പം ഇൻറ്റു ആവും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? 0.25 ഇൻറ്റു സിഗ്മ എക്സ്, അതായത് 0.25 സിഗ്മ എക്സ് എന്ന് എഴുതാം. ഈക്വൽ ടു എന്ന് എഴുതി 0.42 ഇൻറ്റു 4 ചെയ്യുക. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 1.68 കിട്ടും. അപ്പോൾ എങ്ങനെയാവും? 0.25 സിഗ്മ എക്സ് ഈക്വൽ ടു 1.68. ഇനി എന്ത് ചെയ്യാം? ആ സിഗ്മ എക്സ് കാണാൻ വേണ്ടിയിട്ട് 0.25നെ 1.68നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും അല്ലേ? സിഗ്മ എക്സ് ഈക്വൽ ടു 1.68 ഡിവൈഡഡ് ബൈ 0.25. എത്രയാണ് ആൻസർ വരുന്നത്? 6.72. Next question, example 17. Comment on the following result for a bivariate distribution 1, 2. അതായത് താഴെ തന്നിരിക്കുന്ന 1, 2 റിസൾട്ട് കമൻറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഒന്നാമത്തെ എന്താണ് പറയുന്നത്? ഡാറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ് അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് 4.2 ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ ഈസ് 0.50. ഈ ഒന്നാമത്തെ തന്നിരിക്കുന്ന റിസൾട്ട് റോങ് ആണോ അല്ല കറക്റ്റ് ആണോ എന്നാണ് പറയേണ്ടത്. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആർ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. കാരണം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനെക്കാട്ടിയും കൂടാൻ പാടില്ല. ഓക്കെ, ഒന്നിനെക്കാട്ടി കൂടുകയാണെങ്കിൽ ആ തന്നിരിക്കുന്ന റിഗ്രഷൻ കോഫിഷ്യൻ്റ് തെറ്റാണെന്ന് അർത്ഥം. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുക? റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ആണ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആ റൂട്ട് ഒഴിവാക്കിയാൽ മതി അല്ലേ? ആർ സ്ക്വയർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. 4.2ഉം 0.50ഉം ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 2.10 കിട്ടും. ആർ സ്ക്വയർ 2.10 ആണ് കിട്ടുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ആർ സ്ക്വയർ കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. ഒരിക്കലും 1ൽ കൂടാൻ പാടില്ല. രണ്ടാമത് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബി എക്സ് വൈ ഈക്വൽ ടു -0.2 ആൻഡ് ബി വൈ എക്സ് ഈക്വൽ ടു 0.25. ഇതാണ്. ഇത് ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം റിഗ്രഷൻ കോഫിഷ്യൻറ്റിൻ്റെ സൈൻ എപ്പോഴും 1 തന്നെയായിരിക്കും.
രണ്ടും വേറെ വേറെ സൈൻ ആവില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെയും സൈൻ ആയിരിക്കും കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കിട്ടുക. അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിനും എപ്പോഴും സെയിം സൈൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്ത് തന്നെയാണ്, റോങ് ആണ്.